എല്ലാവർക്കും നമസ്കാരം. നമ്മൾ BNS ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. BNS ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാരതീയ ന്യായ സംഹിത. ഈ BNSലെ 2 ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? സാമാന്യമായ അപവാദങ്ങൾ എന്ന പോർഷനാണ്, ജനറൽ എക്സെപ്ഷൻസ് എന്ന പോർഷനും. രണ്ടാമത് ഒഫൻസ് റിലേറ്റിംഗ് ടു എന്താണ്? വുമൺ ആൻഡ് ചിൽഡ്രൻ, അതായത് എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒഫൻസസ് അഫക്റ്റിംഗ് ദി ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ഇത് ചാപ്റ്റർ 6 വരുന്നത്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 6 BNSലെ അധ്യായം 6. നല്ല വൃത്തിക്ക് പഠിച്ചോളുക. ഓക്കെ, നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാം ആയാലും SIക്ക് ആയാലും CPOക്ക് ആയാലും ഒരേ സിലബസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റുകൾ, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള രീതിയിലാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. വളരെ സ്ലോയിലാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്ന സെക്ഷൻ 100 ആണ്. 100 എന്ന് വെച്ചാൽ കുറ്റകരമായ നരഹത്യ, എന്നാൽ 101 കൊലപാതകം. അപ്പം 100 കുറ്റകരമായ നരഹത്യയും 101 എന്താണ്? കൊലപാതകവുമാണെന്ന് അറിയുക. അപ്പം എന്താണ് കുറ്റകരമായ നരഹത്യ എന്ന് ചോദിച്ചാൽ, ഒരു കൃത്യം മരണം സംഭവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ എങ്ങനെയുള്ള ശാരീരികമായ ക്ഷതിയാണോ മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളത്, അങ്ങനെയുള്ള ക്ഷതി ഉളവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃത്യത്താൽ താൻ മരണം സംഭവിപ്പിക്കാൻ ഇടയുണ്ടെന്നുള്ള അറിവോടുകൂടിയോ. അപ്പൊ നിങ്ങൾ അറിയണം, കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമുണ്ട്. അപ്പോൾ അവിടെ പോയിന്റ് എന്താണ്? ഉദ്ദേശം. എങ്ങനെയുള്ള ശാരീരികമായ ക്ഷതിയാണോ മരണം സംഭവിക്കാൻ ഇടയുള്ളത്, അപ്പോൾ എന്ത് ക്ഷതി ഉണ്ടാക്കിയാൽ അയാൾ മരണത്തിലേക്ക് പോകും. അടുത്തത് അതുപോലെ അങ്ങനെയുള്ള ക്ഷതി ഉളവാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി. അപ്പൊ ആ ക്ഷതി ഉണ്ടാക്കാനും ഉദ്ദേശമുണ്ട്, മരണം സംഭവിപ്പിക്കാനും ഉദ്ദേശമുണ്ട്. ഇനി അങ്ങനെയുള്ള കൃത്യത്താൽ താൻ മരണം സംഭവിപ്പിക്കാൻ ഇടയുണ്ടെന്നുള്ള അറിവോടുകൂടിയോ. അടുത്തത് അറിവുണ്ട്. ചെയ്യുന്നത് വഴി മരണം സംഭവിപ്പിക്കുന്ന ഏതൊരാളും കുറ്റകരമായ നരഹത്യ എന്ന കുറ്റം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതല്ലേ കൊലപാതകമെന്ന്? നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഉദാഹരണം നോക്കി, അതായത് നമ്മൾ നേരിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തി നമ്മൾ നേരിട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? വളഞ്ഞ വഴിയിലൂടെ ചെയ്യുന്നതിനാണ് നരഹത്യ എന്ന് പറയുന്നത്. കണ്ടോ, എക്സ് ഒരു കുഴിയുടെ മുകളിൽ വടികളും പുൽക്കട്ടയും നിരത്തുന്നത് വഴി മരണം സംഭവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ അതുവഴി മരണം സംഭവിപ്പിക്കാൻ ഇടയുണ്ടെന്നുള്ള അറിവോടുകൂടിയോ അങ്ങനെ ചെയ്യുന്നു. സി നിലം ഉറച്ചതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്മേൽ ചവിട്ടുകയും കുഴിയിൽ വീഴുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ എക്സ് കുറ്റകരമായ നരഹത്യ എന്ന കുറ്റം ചെയ്തിരിക്കുന്നു. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കും, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് ഒരാൾ നടന്നു വരുന്ന വഴിയിൽ ഒരാളൊരു കുഴി കുഴിച്ചു വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? കമ്പുകളും പുൽക്കട്ടയൊക്കെ നിരത്തി വെച്ചു. അപ്പൊ വരുന്ന ആളിന് എന്ത് തോന്നും? ആ ഇത് നല്ല തറയാണ്, നല്ല ഉറച്ച നിലമാണെന്ന് പറഞ്ഞ് നടന്നു വരുന്നു, അതിനകത്ത് വീഴുന്നു, മരിക്കുന്നു. അപ്പൊ ഇവിടെ അയാൾ ഒന്നും ചെയ്തില്ല. ആരാ? ഈ പറയുന്ന എക്സ് എന്ന് പറയുന്നൊരു വ്യക്തി മറ്റാളിനെ കൊല്ലാനായിട്ട് നേരിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ അയാളുടെ പ്രവൃത്തി മറ്റാളുടെ മരണത്തിലേക്ക് നയിച്ചു. അതാണ് കുറ്റകരമായ നരഹത്യ. അതുപോലെ സി ഒരു കുറ്റിക്കാടിന് പിന്നിലാണെന്ന് എക്സിന് അറിയാം. എന്ന് പറഞ്ഞാൽ സി എന്ന വ്യക്തി ഒരു കുറ്റിക്കാടിന് പിന്നിലിരിക്കുകയാണെന്ന് എക്സിന് അറിയാം. പക്ഷേ ഒയ്ക്ക് അത് അറിയുവാൻ പാടില്ല, ഒയ്ക്ക് അത് അറിയില്ല. എക്സ് സിയുടെ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശിച്ചുകൊണ്ടോ സംഭവിപ്പിക്കാൻ ഇടയുണ്ടെന്നറിഞ്ഞുകൊണ്ടോ കുറ്റിക്കാടിന് നേരെ വെടിവെക്കുവാൻ ഒയ്യെ പ്രചോദിപ്പിക്കുന്നു. അപ്പൊ അതായത് നമ്മുടെ ഒരു സുഹൃത്ത് വരികയാണ്, നടന്നു വരികയാണ്, ഞാനും ഉണ്ട്. നമ്മളെങ്ങനെ 2 വ്യക്തി ഓർക്കും. പക്ഷെ എൻ്റെ ഒരു ശത്രു ആ മരത്തിന്റെ പുറകിലിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോക്ക് വെച്ച് വേണമെങ്കിൽ അയാളെ വെടിവെച്ചാൽ അത് കൊലപാതകമാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം, ആ മരത്തിന്റെ പുറകിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് ഏതോ ഒരു ജീവി ഇരിക്കുകയാണ്, അതിനെ നീ ഒന്ന് വെടിവെക്കാമോ എന്ന് ചോദിക്കുന്നു. ഇതറിയാതെ അയാൾ അത് വെടിവെക്കുന്നു, ആ ആള് മരണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവിടെ കുറ്റം ചെയ്തത് ഇയാളായി പോയില്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ശിക്ഷ കിട്ടുന്നത് ചെയ്യിച്ചാളിനാണ്. ഇതാണ് കുറ്റകരമായ നരഹത്യ. അതായത് എന്താണ്? ഈ പറയുന്ന നമ്മുടെ സുഹൃത്തിന് ഒരു ശിക്ഷയും അവിടെ കിട്ടില്ല. കാരണം അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വെടിവെച്ചതാണ്. അവിടെ ചെയ്യിപ്പിച്ച ആളാണ് കുറ്റക്കാരൻ. അപ്പൊ അത് കുറ്റകരമായ നരഹത്യയാണെന്ന് ഓർമ്മിക്കുക. മനസ്സിലായ? അതായത് തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ചെയ്യിപ്പിച്ചാലും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളാണ് അവിടെ ശിക്ഷാർഹനെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് കൊലപാതകം? അപ്പോൾ കുറ്റകരമായ നരഹത്യ മനസ്സിലാക്കണം. അതുപോലെ കൊലപാതകം
കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇതിന് കീഴിൽ അപവാദമായി പറഞ്ഞിട്ടുള്ള സംഗതികളിൽ ഒഴികെ കുറ്റകരമായ നരഹത്യ കൊലപാതകമാകുന്നു. സാധാരണ കുറ്റകരമായ നരഹത്യ എന്ന് നമ്മൾ പറഞ്ഞില്ല, അതെപ്പോ കൊലപാതകമാകുന്നു എന്ന് ചോദിച്ചാൽ മരണം സംഭവിപ്പിച്ച കൃത്യം മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ, കണ്ടോ, അപ്പൊ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്താലോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ശാരീരികമായ ക്ഷതിയാണോ അത് ഉപദ്രവം ഏൽപ്പിക്കപ്പെട്ട ആളുടെ മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളതാണെന്ന് കുറ്റക്കാരൻ അറിയുന്നത്, അങ്ങനെയുള്ള ക്ഷതി ഉളവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യപ്പെട്ട കൃത്യമാണെങ്കിലോ, അതായത് എങ്ങനെയുള്ള ശാരീരിക ക്ഷതിയാണോ മറ്റേ ആൾക്ക് എന്തെങ്കിലും മരണത്തിലേക്ക് നയിക്കുന്നത് അതിന് കാരണമായ ഉപദ്രവം ഉണ്ടാക്കും അയാൾ അങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതുപോലെ കൃത്യം ഏതെങ്കിലും ആൾക്ക് ശാരീരികമായ ക്ഷതി ഉളവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതും ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച ശാരീരികമായ ക്ഷതി പ്രകൃതിയുടെ സാധാരണഗതിയിൽ മരണം സംഭവിപ്പിക്കുക നാച്ചുറലി, പ്രകൃതിയുടെ സാധാരണഗതി എന്ന് പറഞ്ഞാൽ നാച്ചുറലി സാധാരണഗതിയിൽ മരണം സംഭവിപ്പിക്കാൻ മതിയായിട്ടുള്ളതും ആണെങ്കിലോ, ഒന്നുകൂടെ പറയാം, കൃത്യം ഏതെങ്കിലും ആൾക്ക് ശാരീരികമായ ക്ഷതി ഉളവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലോ. അപ്പം നിങ്ങൾ അറിയണം, കൊലപാതകം എന്ന് പറഞ്ഞാൽ നേരിട്ട് ചെയ്യുന്നു, ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു, കൊല്ലാൻ വേണ്ടി ചെയ്യുന്നു, അതൊക്കെയാണ് കൊലപാതകം. കണ്ടോ, എക്സ് സിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി അയാളെ വെടിവെക്കുന്നു, തൽഫലമായി സി മരിക്കുന്നു, എക്സ് കൊലപാതകം ചെയ്യുന്നു. അപ്പോൾ എക്സ് സിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു, അയാളെ വെടിവെക്കുന്നു, ഈ തൽഫലമായി സി എന്ത് ചെയ്യുന്നു, മരിക്കുന്നു, എക്സ് എന്ത് ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു. അറിയുക, ക്ലിയർ ആണോ? അപ്പൊ ഇത് കൊലപാതകം. അതുപോലെ എക്സ് ഒരു അടി സിയുടെ മരണം സംഭവിക്കാൻ അയക്കുന്ന ഒരു രോഗത്താൽ അയാൾ പീഡിതനാണെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ അടിക്കുന്നു. ഒരു രോഗത്താൽ പീഡിതനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളെ എന്ത് ചെയ്യുന്നു, എക്സ് അടിക്കുന്നു. ശാരീരികമായ ക്ഷതി ഉളവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ അടിക്കുന്നു. ആ അടിയുടെ അനന്തര ഫലമായി അയാൾ മരിക്കുന്നു. നല്ല ആരോഗ്യ അവസ്ഥയിലുള്ള ഒരാളുടെ മരണം സംഭവിപ്പിക്കാൻ പ്രകൃതിയുടെ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ആ അടി മതിയാകുമായിരുന്നില്ലെങ്കിലും എക്സ് കൊലപാതകത്തിന് അപരാധിയാവുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, ഒരു അടി കൊടുത്തു പക്ഷെ രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുക, അയാൾ രോഗിയാണ്. അപ്പോൾ നമ്മൾ കോമൺ സെൻസിൽ എന്ത് ചിന്തിക്കണം, അയാൾ രോഗിയാണ്, നമ്മൾ അടിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും ഒരു മരിക്കാൻ വേണ്ടിയുള്ള അടിയൊന്നും അടിച്ചില്ല, സാധാരണഗതിയിൽ അടിച്ചത്, പക്ഷെ എന്നിട്ടും അയാൾ മരിച്ചാലും കൊലപാതകമാണ്. അല്ലാതെ ഞാൻ ചെറുതായിട്ടല്ലേ അടിച്ചുള്ളൂ, അയാൾ മരിച്ചത് ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കുറ്റം ചെയ്താലും എന്താണ്, അത് ശിക്ഷ അർഹിക്കും കൊലപാതകത്തിന്. എന്നാൽ സി ഏതെങ്കിലും രോഗത്താൽ പീഡിതനാണെന്ന് അറിയാതെ എക്സ് സാധാരണഗതിയിൽ നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളുടെ മരണം സംഭവിക്കാത്ത വിധത്തിലുള്ള അടി അയാൾക്ക് കൊടുക്കുന്നുവെങ്കിൽ ഇവിടെ ശാരീരികമായ ക്ഷതി ഉളവാക്കണമെന്ന് എക്സിന് ഉദ്ദേശമുണ്ടാകാമെങ്കിലും മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ശാരീരികമായ ക്ഷതിയാണോ നാച്ചുറലി മരണം സംഭവിക്കുന്നത് അങ്ങനെയുള്ള ശാരീരികമായ ക്ഷതി ഉളവാക്കുകയോ ചെയ്യുന്ന എക്സ് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ അത് കൊലപാതകത്തിന് അപരാധിയല്ല. അപ്പൊ അവിടെ ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യം പറഞ്ഞത് ഇത് കൊലപാതകമാണ്, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇത് കൊലപാതകമാണ്. അതുപോലെ ഇതെന്തെങ്കിലോ എക്സ് എന്നാൽ സി ഏതെങ്കിലും രോഗത്താൽ പീഡിതനാണെന്ന് അറിയാതെ, അയാൾ രോഗിയാണെന്ന് അറിഞ്ഞില്ല, സാധാരണഗതിയിൽ ഒരാളുടെ മരണം സംഭവിക്കാത്ത വിധത്തിലുള്ള അടി അയാൾക്ക് കൊടുക്കുന്നുവെങ്കിൽ സാധാരണ അടിച്ചു. ഇവിടെ ശാരീരികമായ ക്ഷതി ഉളവാക്കണമെന്ന് എക്സിന് ഉദ്ദേശമുണ്ടാകാമെങ്കിലും എന്ന് പറഞ്ഞാൽ അടിക്കണമെന്ന് ഉദ്ദേശമുണ്ടാകാമെങ്കിലും മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ശാരീരികമായ ക്ഷതിയാണോ നാച്ചുറലി അയാൾക്ക് മരണം സംഭവിക്കാൻ ഇടയുള്ളത് ആ ഉദ്ദേശിച്ചിരുന്നില്ല എങ്കിൽ അത് കൊലപാതകമല്ല, പക്ഷെ നരഹത്യയാണ്. മനസ്സിലായ? ഉദ്ദേശത്തിലാണ് കളിയിരിക്കുന്നത്. ഉദ്ദേശമുണ്ടെങ്കിൽ അത് കൊലപാതകവും, ഉദ്ദേശമില്ല എങ്കിൽ അതെന്താണ്, അയാൾ കൊലപാതകത്തിന് അപരാധിയല്ല. അതുപോലെ എക്സ് ആളുകളുടെ ഒരു കൂട്ടത്തിലേക്ക് യാതൊരു ന്യായീകരണവും കൂടാതെ ഒരു നിറച്ച പീരങ്കി ഒഴിക്കുകയാണ്. എക്സ് ആളുകളുടെ കൂട്ടത്തിലേക്ക് ഒരു പീരങ്കി ഒഴിക്കണം, വെടിവെക്കുകയാണ്. ആരെയൊന്നും അറിയില്ല, വെടിവെക്കുന്നു. അവരിൽ ഒരാളെ കൊല്ലുകയും ചെയ്യുന്നു. എക്സിന് ഏതെങ്കിലും പ്രത്യേക വ്യക്തിയെ കൊല്ലുവാൻ കാലയെ കൂട്ടി ആലോചിച്ചുണ്ടാക്കിയ ഒരു പദ്ധതി ഇല്ലായിരുന്നുവെങ്കിലും എക്സ് കൊലപാതകത്തിന് അപരാധിയാകുന്നു. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, ഉദ്ദേശമില്ല എങ്കിൽ അത് കൊലപാതകമല്ല എന്നല്ല. പക്ഷെ ഇവിടെ കണ്ടോ, എക്സ് ഒരാളുകളുടെ കൂട്ടത്ത് വെറുതെ വെടിവെക്കുകയാണ്. ഒരാളെയും കൊല്ലാൻ ഉദ്ദേശമില്ല എങ്കിലും എന്താണ്, ഒരാൾ മരിച്ചോയില്ലേ, വെറുതെ വെടിവെച്ചിട്ട് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ നേരത്തെ പ്ലാൻ ചെയ്തില്ല എങ്കിലും അത് കൊലപാതകം തന്നെയാണ്. കാരണം മനഃപൂർവ്വമല്ലേ വെടിവെക്കുന്നത്. ഒരു ന്യായീകരണവും ഇല്ലാതെ വെടിവെക്കുകയാണ്. ഒരു ന്യായീകരണവും ഇല്ലാന്ന് വെച്ചാൽ ഇപ്പൊ ചില സമയത്ത് നമുക്ക് വെടിവെക്കേണ്ടി വരും, കാരണം എന്താ, സ്വയരക്ഷയ്ക്കായിട്ട്. ഇതൊന്നുമില്ല, വെറുതെ ഒരാളുകളുടെ കൂട്ടത്ത് വെടിവെക്കുകയാണ്, അത് കൊലപാതകം തന്നെയാണ്. ഇനി ഒഴിവാക്കൽ. ഈ കൊലപാതകത്തിൽ നിന്ന് എപ്പോഴൊക്കെ ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ, കുറ്റക്കാരൻ ഗുരു എന്ന് വെച്ചാൽ ഗ്രേവ് ഒഫൻസ് എന്ന് വെച്ചാൽ
വലുതും പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ ആത്മനിയന്ത്രണ ശക്തി ഇല്ലാതാക്കപ്പെട്ടിരിക്കെ ആ പ്രകോപനം നൽകിയ ആളുടെ മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ തെറ്റുമൂലമോ യാദൃശ്ചികമായോ മറ്റൊരാളുടെ മരണം സംഭവിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറ്റകരമായ നരഹത്യ കൊലപാതകമല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരാൾ പെട്ടെന്ന് വന്ന് ദേഷ്യപ്പെടുകയാണ്, പ്രകോപിപ്പിച്ചു, പെട്ടെന്ന് പ്രകോപനത്തിൽ അടിച്ചു, അയാൾ മരിച്ചു. അവിടെ പ്ലാനിങ് ഇല്ലായിരുന്നു, വേറെ വൈരാഗ്യമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പെട്ടെന്നുള്ള ഗ്രേവ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യവും അതുപോലെ പെട്ടെന്ന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ചെയ്തതായതുകൊണ്ട് അത് കൊലപാതകമല്ല. പക്ഷെ അതെന്താണ്, നരഹത്യയായിട്ട് എടുക്കും. കാരണം നമ്മൾ കാരണം മറ്റൊരാൾ മരിച്ചില്ലേ. അപ്പം അല്ല, കൊലപാതകമാകണമെങ്കിൽ നേരത്തെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം, ഇവൻ വരുമ്പോൾ അടിക്കണമെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല, സംസാരിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് പ്രകോപനമായതാണ്. എന്നാൽ താഴെ പറയുന്ന രീതിയിലായിരിക്കരുത് പ്രകോപനം. എങ്ങനെയാ? ഏതെങ്കിലും ആളെ കൊല്ലുന്നതിനോ അയാൾക്ക് ഹാനി ഉളവാക്കുന്നതിനോ ഉള്ള ന്യായീകരണമായി കുറ്റക്കാരൻ വിളിച്ചു വരുത്തിയതോ സ്വേച്ഛയാ പ്രകോപിച്ചുണ്ടാക്കിയതോ ആവരുത്. എന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചു വരുത്തി മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി അയാൾ അടിച്ചിട്ട് പറയുകയാണ് ഞാൻ പ്രകോപനത്താൽ അടിച്ചു, അതുകൊണ്ട് ഇത് കൊലപാതകമല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരണമില്ല, അത് കൊലപാതകം തന്നെയാണ്. വിളിച്ചു വരുത്തിയാൽ അവിടെ പ്ലാനിങ് നടന്നു. സ്വേച്ഛ എന്ന് പറഞ്ഞാൽ അവിടെ പ്ലാനിങ് നടന്നു. മനസ്സിലാവുന്നുണ്ടോ? നിയമം അനുസരിക്കുന്നതിൽ ചെയ്തിട്ടുള്ള എന്തിനാലെങ്കിലും ഉണ്ടാക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെർവന്റിനാൽ അങ്ങനെയുള്ള പബ്ലിക് സെർവന്റിന്റെ അധികാരങ്ങൾ നിയമാനുസൃതം ഉപയോഗിക്കപ്പെട്ടതോ ഉണ്ടാക്കപ്പെട്ടതോ സമയത്തും എന്തല്ലാതെ കൊലപാതകമല്ല. അതായത് നിയമം അനുസരിക്കുമ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പട്ടാളക്കാരോട് പറയാണ്, മേജർ പറയാണ്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ പറയാണ് വെടിവെക്കൂ എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമല്ല. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്, അത് കൊലപാതകമല്ല. അതുപോലെ ആ പ്രകോപനം സ്വയരക്ഷാവകാശത്തിന്റെ നിയമാനുസൃതമായ പ്രയോഗത്തിൽ ചെയ്യുന്ന യാതൊന്നിനാലും ഉണ്ടാക്കിയതാകരുത്. അതായത് എന്താണ്? സ്വയരക്ഷാവകാശത്തിന്റെ കീഴിൽ വരുന്നത് കൊലപാതകമല്ല. സ്വയരക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ BNS 37 നോക്കിക്കോളാം. 34 മുതൽ 44 വരെ ഉള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ കാണുക കേട്ടോ. ആ ഒരു പോർഷൻ കണ്ടിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഓരോ പോർഷനും പഠിക്കുമ്പോൾ തൊട്ട് പുറകിലുള്ള പോർഷൻസ് കൂടെ പഠിച്ചിട്ട് വരിക. പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ പഠിച്ചിട്ടാണ് പാർട്ട് 3ലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, എന്താണ് വ്യത്യാസം? കുറ്റകരമായ നരഹത്യയും കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾ പറയണം, പ്ലാൻ ചെയ്ത് ഒരാളെ നേരിട്ട് ചെയ്യുന്നത് കൊലപാതകവും, പ്ലാൻ ചെയ്ത് തന്നെ പക്ഷെ നേരിട്ട് ചെയ്യാതെ വളഞ്ഞ വഴിയിലൂടെയൊക്കെ ചെയ്യുന്നത് എന്താണ്? നരഹത്യയുമാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനമൊക്കെ എന്താണ്? കൊലപാതകമായിട്ട് കണക്കാക്കില്ല. ഇവിടെ കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കണ്ടോ. എക്സ് ഉണ്ടാക്കിയ പ്രകോപനത്താൽ എക്സ് പെട്ടെന്ന് എന്ത് ചെയ്തു? പ്രകോപിപ്പിച്ചു. ഉദ്ദീപ്തമായ ക്ഷോഭത്തിന് വശകനായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യത്തിനുണ്ടായി. എക്സ് ഉദ്ദേശപൂർവ്വം സിയുടെ കുട്ടിയായ ബിയെ കൊല്ലുന്നു. പെട്ടെന്ന് ദേഷ്യത്തിൽ സിയുടെ കുട്ടിയായ ബിയെ കൊല്ലുന്നു. ഇത് പ്രകോപനം കുട്ടി. അപ്പോൾ കുട്ടിയാണോ അവിടെ പ്രകോപനം നൽകിയത്? നമ്മൾ പ്രകോപിപ്പിച്ച ആളിനല്ലേ കൊല്ലുന്നുണ്ട്, പക്ഷെ ആ പ്രകോപനത്താൽ കൊന്നത് അയാളുടെ കുട്ടിയെയാണ്. കുട്ടി പ്രകോപനം നൽകിയതല്ലാത്തതിനാലും കുട്ടിയുടെ മരണം പ്രകോപനത്തിന്റെ ഫലമായി ഒരു കൃത്യം ചെയ്യുന്നതിൽ യാദൃശ്ചികമായോ ദൗർഭാഗ്യത്താലോ സംഭവിച്ചതല്ലാത്തതിനാലും കൊലപാതകം തന്നെയാണ്. കണ്ടോ, അവിടെ ശ്രദ്ധിച്ചോ. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യം, എക്സിന്റെ കുട്ടിയും നിൽക്കുകയാണ്. എക്സ് ആണ് അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് പ്രകോപനത്താൽ ഇയാൾ മറ്റേ കുട്ടിയെയാണ് കൊല്ലുന്നത്. പക്ഷെ കുട്ടി അയാളെ പ്രകോപിപ്പിച്ചോ? ഇല്ല. നമ്മൾ പറഞ്ഞ എന്താണ്? പ്രകോപനത്താലുള്ളത് കൊലപാതകമല്ല എന്നാണ്. പക്ഷേ ഒരാൾ പ്രകോപിപ്പിച്ചിട്ട് മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയാണ്. പ്രകോപിപ്പിച്ച ആളാണ് മരിക്കുന്നതെങ്കിൽ മാത്രമാണ് കൊലപാതകമല്ല നരഹത്യയിലോട്ട് പോകുന്നത്. ഓക്കെ, അവിടെ കണ്ടോ, എക്സിന് ഗുരുവായതും പെട്ടെന്നുള്ളതുമായ പ്രകോപനം നൽകുന്നു. അപ്പൊ എക്സ് ഗുരുവായെന്ന് പറഞ്ഞാൽ ഗ്രേവ് ഒഫൻസ് എന്നാണ്, വലിയ ഒഫൻസ്. ഈ പ്രകോപനം മൂലം എക്സ് സിയുടെ അടുത്തുള്ളവനും എന്നാൽ ദൃഷ്ടിയിൽപ്പെടാത്തവനുമായ സിയെ കൊല്ലണമെന്ന് ഉദ്ദേശിക്കുകയോ കൊല്ലാനിടയുണ്ടെന്ന് അറിയുകയോ ചെയ്യാതെ ഒരു കൈത്തോക്ക് കൊണ്ട് സിയുടെ നേരെ വെടിവെക്കുന്നു. എക്സ് സിയെ കൊല്ലുന്നു. ഇവിടെ എക്സ് കൊലപാതകം ചെയ്തിട്ടില്ല, കുറ്റകരമായ നരഹത്യ മാത്രമല്ല. അപ്പൊ എങ്ങനെയാണ് ഈ കൊലപാതകം നരഹത്യയായത്? കണ്ടോ, പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്. ആ പ്രകോപനം മൂലമാണ് പെട്ടെന്ന് എന്താണ് അടുത്തുള്ളവനും എന്നാൽ ദൃഷ്ടിയിൽപ്പെടാത്തവനുമായ സിയെ കൊല്ലണമെന്ന് ഉദ്ദേശിക്കുകയോ കൊല്ലാനിടയുണ്ടെന്ന് അറിയുകയോ ചെയ്യാതെ ഒരു കൈത്തോക്ക് കൊണ്ട് സിയുടെ നേരെ വെടിവെക്കുന്നു. എക്സ് സിയെ കൊല്ലുന്നു. കേട്ടോ, പെട്ടെന്നുണ്ടായ പ്രകോപനം കാരണമാണ് എന്ത് ചെയ്തത്? കൊല്ലപ്പെടുന്നത് എങ്കിൽ അത് കൊലപാതകമല്ല, നരഹത്യയാണ്. ഇനി 102. അപ്പം 100, 101 നമ്മൾ പഠിച്ചു. ഇനി ഒരാൾ മാറിയുള്ളതാണ്.
ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാളല്ലാത്ത ഒരാളുടെ മരണം സംഭവിക്കുന്നതിനുള്ള കുറ്റകരമായ നരഹത്യ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാളല്ലാതെ മറ്റൊരാൾ മരണപ്പെടുകയാണെങ്കിൽ അത് കൊലപാതകമല്ല, അത് കുറ്റകരമായ നരഹത്യയാണെന്ന് അറിഞ്ഞുകൊള്ളുക. അത് കൊലപാതകമല്ല, കുറ്റകരമായ നരഹത്യയാണെന്ന് അറിയുക. ഓക്കെ, അടുത്തത് സെക്ഷൻ 103, കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ കൊലപാതകം ഏതിലായിരുന്നു? 101-ലായിരുന്നു. 101-ന്റെ ശിക്ഷ 103-ലാണ്. എഴുതി വെച്ച് പഠിച്ചുകൊള്ളുക. ഒരു പേപ്പർ എടുത്ത് പേനയും വെച്ച് എഴുതി വെച്ച് പഠിക്കുക. കൊലപാതകത്തിനുള്ള ശിക്ഷ 103. കൊലപാതകത്തിനുള്ള ശിക്ഷ 103. കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ശിക്ഷ കിട്ടൂടാ? മരണശിക്ഷ കിട്ടാം, ജീവപര്യന്ത തടവ് ശിക്ഷ കിട്ടാം, പിഴയും കിട്ടാം. എന്തൊക്കെ കിട്ടാം? മരണശിക്ഷ കിട്ടാം, ജീവപര്യന്ത തടവ് കിട്ടാം, പിഴയും കിട്ടാമെന്നറിയുക. അപ്പോൾ 101 പഠിച്ചു, 102 പഠിച്ചു, 103 കൊലപാതകത്തിനുള്ള ശിക്ഷയാണെന്ന് ഓർമ്മിക്കുക. ഇനി 103-ലെ 2 പറയുന്നത്, 103-ലെ 1 ഞാൻ പറഞ്ഞത്. 2, വംശം, ജാതി, സമുദായം, ലിംഗം, ജനനസ്ഥലം, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും കാരണങ്ങളുടെ പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 5 അതിലധികമോ വ്യക്തികൾ ചേർന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു കൊലപാതകം ചെയ്താൽ ആ കൂട്ടത്തിലുള്ള മുഴുവൻ പേരും ആ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ വധശിക്ഷയുടെയോ അല്ലെങ്കിൽ ജീവപര്യന്ത തടവോ ശിക്ഷിക്കപ്പെടും എന്നറിയിക്കും. അവിടെ അറിയണം, ഈ പറയുന്ന കാര്യങ്ങൾ വംശത്തിന്റെ പേരിൽ ഒരുമിക്കുന്നവരാകാം, ജാതിയുടെ പേരിൽ ഒരുമിക്കുന്നവരാകാം, സമുദായത്തിന്റെ പേരിൽ ഒരുമിക്കുന്നവരാകാം, ലിംഗത്തിന്റെ പേരിൽ ഒരുമിക്കുന്നവരാവാം, ജനനസ്ഥലത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ ഒരുമിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർ 5 അതിലധികമോ പേര് ചേർന്ന് പോയിട്ട് ഒരാളായിരിക്കും അതിൽ ഒരാളെ കൊല്ലുന്നതെങ്കിലും മുഴുവൻ പേരും ശിക്ഷയ്ക്ക് അർഹരാണ്. നമ്മൾ 3 Clause 5-ൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 103. 104, ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷ. ജീവപര്യന്ത തടവ് അയാൾക്ക് ആക്ച്വലി കിട്ടും. ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ വീണ്ടും ഒരു കൊലപാതകം നടത്തിയാൽ എന്ത് കിട്ടുമെന്നാണ്. അപ്പൊ ജീവപര്യന്ത തടവിലുള്ള ശിക്ഷാവിധിക്ക് അധീനനായിരിക്കെ കൊലപാതകം നടത്തുന്ന ഏതൊരാളും മരണശിക്ഷയോ ആ ആളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്ത തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ ഒരു കൊലപാതകം നടത്തിയാൽ, ജീവപര്യന്തം അവനുണ്ട്, വീണ്ടും ഒരു കൊലപാതകം നടത്തിയാൽ എന്ത് കിട്ടും? മരണശിക്ഷ അല്ലെങ്കിൽ ശേഷിക്കുന്ന ജീവിതകാലം കിട്ടും. അപ്പൊ 100 പഠിച്ചു കുറ്റകരമായ നരഹത്യ, 101 പഠിച്ചു കൊലപാതകം, 102 പഠിച്ചു ആളുമാറിയുള്ള കൊലപാതകം നരഹത്യയാണെന്ന് പറഞ്ഞു, 103 പഠിച്ചു എന്താണ് നമ്മുടെ ഈ കൊലപാതകത്തിന്റെ ശിക്ഷ പഠിച്ചു, 104 ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ആൾ ഒരു കൊലപാതകം നടത്തിയാലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലായെന്ന് വിചാരിച്ചു. 105 കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ ചെയ്യുന്ന ഏതൊരാളും മരണം സംഭവിപ്പിച്ച കൃത്യം മരണം സംഭവിപ്പിക്കുമെന്നോ എങ്ങനെയുള്ള ശാരീരികമായ ക്ഷതിയാണോ മരണം സംഭവിക്കുവാൻ ഇടയുള്ളത് തരത്തിലുള്ളത് എന്നോ അങ്ങനെയുള്ള ക്ഷതി ഉളവാക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണെങ്കിൽ ജീവപര്യന്ത തടവ് ശിക്ഷയോ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 10 വർഷത്തോളം ആകാവുന്ന കാലത്തേക്കോ തടവും പിഴയും കിട്ടും. അപ്പൊ അവിടെ ഓർമ്മിക്കണം, നരഹത്യക്കുള്ള ശിക്ഷയാണ്. നമ്മൾ 100 കുറ്റകരമായ നരഹത്യ പറഞ്ഞില്ലേ, നരഹത്യക്കുള്ള ശിക്ഷ ചെയ്യുന്ന ഏതൊരാൾക്കും ഉണ്ടോ അവിടെ മരണം സംഭവിപ്പിച്ച കൃത്യം മരണം സംഭവിപ്പിക്കുമെന്നോ എങ്ങനെയുള്ള ശാരീരിക ക്ഷതിയാണോ മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ള തരത്തിലുള്ളത് അങ്ങനെയുള്ള ക്ഷതി ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിൽ അയാൾക്ക് ജീവപര്യന്തം കിട്ടാം, 5 മുതൽ 10 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. ജീവപര്യന്തം കിട്ടാം, അല്ലെങ്കിൽ 5 മുതൽ 10 വർഷം വരെ തടവ് ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ. ഇനി അല്ലെങ്കിൽ ആ കൃത്യം മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളതാണെന്നുള്ള അറിവോടുകൂടിയാണ്, എന്നാൽ മരണം സംഭവിക്കണമെന്നോ മരണം സംഭവിക്കാൻ ഇടയുള്ള തരത്തിലുള്ള ശാരീരികമായ ക്ഷതിയോ ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടാതെയും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശമില്ല. അപ്പോൾ കുറ്റകരമായ നരഹത്യക്ക് 2 തരം ശിക്ഷയാണ്. 2-ലും ആള് മരിച്ചുപോയി, 1-ൽ ഉദ്ദേശത്തോടു കൂടി പ്രവൃത്തി ചെയ്തു, മറ്റൊരു ഉദ്ദേശമില്ലാതെ പ്രവൃത്തി ചെയ്തു. ഉദ്ദേശമില്ലാതെ ചെയ്താൽ 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കുഴിയിൽ പുൽക്കട്ടയൊക്കെ നിരത്തി വെച്ചില്ലേ, അവിടെ കൊല്ലണം ഉദ്ദേശത്തോടെയാണ് നിരത്തി വെച്ചതെങ്കിൽ അത് ആദ്യം പറഞ്ഞ ശിക്ഷയും, കൊല്ലണ്ട കാലോ കയ്യോ ഒടിയട്ടെ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചു പക്ഷെ ആള് മരിച്ചു പോയാൽ 2ാമത്തെ ശിക്ഷയുമാണ്. ഇതാണ് 105.
കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ മരണം സംഭവിപ്പിച്ച കൃത്യം മരണം സംഭവിപ്പിക്കണമെന്നോ മറ്റുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലാണ് എന്താണ് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 5 മുതൽ 10 വർഷം വരെയുള്ളതാണെങ്കിൽ. ഇനി ഉദ്ദേശത്തോടു കൂടാതെയാണ് ചെയ്തതെങ്കിൽ 10 വർഷം തടവും പിഴയുമാണെന്ന് അറിയുക. ഇനി 106 അശ്രദ്ധ കാരണം സംഭവിപ്പിക്കുന്നത്. അശ്രദ്ധ കാരണം, അതായത് നമ്മളിപ്പോൾ ശ്രദ്ധയില്ലാതെ, ഉദ്ദേശമൊന്നുമില്ല, ശ്രദ്ധയില്ലാതെ സാഹസികമായതോ കുറ്റകരമായ നരഹത്യയാകാത്ത എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലണമെന്ന് ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ സാഹസികമായതോ ഉപേക്ഷാപൂർവമായതോ ആയ ഏതെങ്കിലും കൃത്യം ചെയ്ത് ഏതെങ്കിലും ആളുടെ മരണം സംഭവിപ്പിക്കുന്ന ഏതൊരാളും 5 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവും പിഴയും കിട്ടുമെന്നർക്ക്. അശ്രദ്ധ കാരണം സംഭവിക്കുന്നത് കുറ്റകരമായ നരഹത്യയാകാത്ത സാഹസികമായതോ ഉപേക്ഷാപൂർവമോ ആയ ഏതെങ്കിലും കൃത്യം അലസമായിട്ട് ചെയ്ത് ഒരാളുടെ മരണം സംഭവിപ്പിച്ച ഏതൊരാളും 5 വർഷത്തോളം ആകാവുന്ന കാലത്തേക്കുള്ള തടവും പിഴയും കിട്ടും. 5 വർഷം. 106 പക്ഷെ ഇതിന്റെ ഒരു സെക്ഷന്റെ ബാക്കി 125 കേട്ടോ. അപ്പൊ മറക്കരുത്, 106 കഴിഞ്ഞിട്ട് 125 കൂടെ ഒന്ന് പഠിക്കണം. അത് ഞാൻ പഠിപ്പിച്ചു തരാം. 125 നമുക്ക് പഠിക്കാം. ഇത് മരിച്ചതാണ് ഉണ്ടോ. അത്തരം കൃത്യം ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ചികിത്സകൻ മെഡിക്കൽ നടപടിക്രമങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 2 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. അതായത് ഈ അശ്രദ്ധയോടുകൂടിയുള്ള ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ സാഹസികമായതോടെ ചെയ്ത പ്രവൃത്തി റിസ്ക് എടുത്ത് ചെയ്തത് ഒരു മെഡിക്കൽ, അതായത് ഡോക്ടറാണ് ചെയ്തതെങ്കിൽ അയാൾക്ക് എത്ര വർഷം കിട്ടും? 2 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. ഇതിൽ തന്നെ സാഹസികവും ഉപേക്ഷാപൂർവമായ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയില്ലാത്ത രീതിയിൽ വാഹനം ഓടിച്ച് ഒരാളുടെ മരണത്തിന് കാരണക്കാരനായ ഏതൊരാളും സംഭവം നടന്ന ഉടനെ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ രക്ഷപ്പെടുകയാണെങ്കിൽ രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. കേട്ടോ. ഇനി സാഹസികമായ ഉദാഹരണത്തിൽ ഒരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ പോവുകയാണെങ്കിൽ എടുത്ത ശിക്ഷ വരും എത്രയാണ്? 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും. എഴുതി വെച്ച് പഠിച്ചോളനെ, വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, എഴുതി വെച്ച് പഠിച്ചോളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ മറുപടിയൊക്കെ എനിക്ക് തരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 107. കുട്ടിയുടെയോ ചിത്തഭ്രമം ഉള്ളവന്റെയോ ആത്മഹത്യക്ക് പ്രേരണ നൽകൽ. കുട്ടിയുടെയോ ചിത്തഭ്രമം ഉള്ളവന്റെയോ ആത്മഹത്യക്ക് പ്രേരണ നൽകൽ. കുട്ടിയോ ചിത്തഭ്രമം ഉള്ളവനോ ഡെലീറിയം ഉള്ളവനോ ലഹരി പിടിച്ച അവസ്ഥയിലുള്ളവനോ എന്ന് പറഞ്ഞാൽ കുട്ടിയാകാം, അല്ല മാനസികമായി ക്ലിയർ അല്ലാത്ത വ്യക്തി. ഇത്രയും ക്ലിയർ ആണോ? കുട്ടിക്ക് മാനസിക വളർച്ചയില്ല, ചിത്തഭ്രമമുള്ള വ്യക്തി അല്ലെ ഭ്രാന്തോ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള വ്യക്തിയോ ആത്മഹത്യയിലേക്ക് നയിച്ചാൽ, അവരുടെ ആത്മഹത്യ കൊന്നില്ല, അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടാൽ, അങ്ങനെയുള്ള ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന ഏതൊരാളും മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷത്തിൽ കവിയാത്ത കാലത്തേക്കുള്ള തടവും പിഴയും കിട്ടും. എന്ത് കിട്ടും? മരണശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ 10 വർഷത്തേക്ക് കവിയാത്ത കാലത്തേക്കുള്ള തടവും പിഴയും കിട്ടുമെന്നറിയും. 107. അപ്പോൾ ഓർമ്മിക്കുക, കുട്ടിയുടെയോ ചിത്തഭ്രമം ഉള്ളവന്റെയോ ആത്മഹത്യക്ക് പ്രേരണ നൽകൽ. അപ്പോൾ കുട്ടിയുടെയോ ചിത്തഭ്രമമുള്ള ആളുടെ ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന ഏതൊരു വ്യക്തിയും എത്ര കിട്ടും? 10 വർഷത്തോളം, അല്ലേ? ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ 10 വർഷത്തിൽ കഴിയാത്ത. ഇനി സാധാരണ ഒരാളുടെ ആത്മഹത്യക്ക് പ്രേരണ നൽകിയ 108. ആത്മഹത്യക്ക് പ്രേരണ നൽകിയാൽ ഏതാൾ ആത്മഹത്യക്ക് പ്രേരണ നൽകിയാലും അവിടെ 10 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. നേരത്തെ ആണെങ്കിൽ 10 വർഷവും കിട്ടും, ജീവപര്യന്തവും കൂടെ കിട്ടും. 108. 109 കൊലപാതകത്തിനുള്ള ശ്രമമാണ്. കൊലപാതക ശ്രമമാണ് 109. ഏതെങ്കിലും കൃത്യം അത് താൻ ഏതുദ്ദേശത്തോടെയാണോ അറിവോടുകൂടി ചെയ്താലാണ് മരണത്തിന് കാരണമാകുന്നത്, അങ്ങനെയുള്ള ഉദ്ദേശത്തോടുകൂടിയോ അറിവോടുകൂടിയോ ചെയ്യുന്ന ഏതൊരാളും, അതായത് കൊന്നിട്ടില്ല, ഇവിടെ കൊല്ലാൻ വേണ്ടി ഉദാഹരണം കത്തി കൊണ്ട് കുത്തുക അല്ലെങ്കിൽ തോക്കുകൊണ്ട് വെടിവെക്കുക, ഇതൊക്കെ കൊലപാതക ശ്രമമാണ്. പക്ഷെ ആള് മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അവിടെ 10 വർഷത്തെ തടവും പിഴയും കിട്ടും. അപ്പൊ 109 ഓർമ്മിക്കേണ്ടത് 10 വർഷത്തെ തടവും പിഴയുമാണ് കൊലപാതക ശ്രമത്തിന് കിട്ടുന്നത്. ഇനി കുറ്റം ചെയ്യുന്ന ഏതൊരാളും ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആളാകുമ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആളാകുമ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്തിട്ട് അല്ലെ ഇത്രയും ശിക്ഷ കിട്ടുന്ന ഒരാളാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ മരണശിക്ഷയോ ജീവപര്യന്തോ കിട്ടും. കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അടുത്ത 110. ഇവിടെ ഈ ഒരു നല്ല എക്സാമ്പിൾ നമുക്ക് പഠിക്കാം.
എക്സ് ഇളം പ്രായത്തിലുള്ള ഒരു കുട്ടിയെ അതിന്റെ മരണം സംഭവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വിജന സ്ഥലത്ത് അരക്ഷിതാവസ്ഥയിൽ ഇട്ടിട്ട് പോകുന്നു. കുട്ടിയുടെ മരണം സംഭവിക്കുന്നില്ല എങ്കിലും അത് എന്തായിട്ട് കണക്കാക്കാം? കൊലപാതക ശ്രമമായി കണക്കാക്കാം. കാരണം ഇളം പ്രായത്തിൽ വെച്ചാൽ വളരെ കുഞ്ഞു കുട്ടിയാണ്. അതിനെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്തിനുള്ള ശ്രമമാണ്? കൊലപാതക ശ്രമമാണെന്നറിയുക. കൊലപാതക ശ്രമം. 110 കുറ്റകരമായ നരഹത്യ ചെയ്യുവാനുള്ള ശ്രമം. അപ്പൊ 109 കൊലപാതകത്തിനുള്ള ശ്രമം. ഇനി കുറ്റകരമായ നരഹത്യ ചെയ്യുവാനുള്ള ശ്രമം. ഉദാഹരണം, അയാൾ നടന്നു വരുന്ന വഴിയിൽ പുൽക്കട്ടയൊക്കെ നിരത്തി വെച്ചു, പക്ഷെ അയാൾ മരിക്കുന്നില്ല എങ്കിൽ ആരെങ്കിലും അത്തരം ഉദ്ദേശത്തോടെയോ അറിവോടോ കൂടി ഏതെങ്കിലും കൃത്യത്തിലൂടെ താൻ മരണം സംഭവിപ്പിച്ചുവെങ്കിൽ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്ക് അയാൾ കുറ്റക്കാരനായി തീരുന്നതാണ്. എന്ന് വെച്ചാൽ മരിച്ചിരുന്നെങ്കിൽ കുറ്റകരമായ നരഹത്യയായിരുന്നു, പക്ഷെ മരിച്ചില്ല. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരാളും 3 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയുമാണ്. 3 വർഷത്തോളം ആകുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. ഇനി അങ്ങനെയുള്ള കൃത്യത്താൽ ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവേറ്റാൽ, അയാൾ ശ്രമിച്ചു പക്ഷെ മരിച്ചില്ല, പക്ഷെ അയാൾ കയ്യോ കാലോ ഒടിഞ്ഞാൽ അവിടെ 3 എന്നുള്ളത് 7 വർഷമാകും. ഒന്നുകൂടെ പറയാം, കുറ്റകരമായ നരഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും 3 വർഷം കിട്ടും. ഇനി ആ ശ്രമത്തിനിടയിൽ മറ്റാളിന് ദേഹോപദ്രവോ മറ്റോ ഏറ്റാൽ 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. ഇനി 111. അപ്പൊ 110 വരെ എല്ലാവർക്കും മനസ്സിലായോ? 110 വരെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അടുത്തത് 111 സംഘടിത കുറ്റകൃത്യം അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയും. എന്തൊക്കെയാണ് സംഘടിത കുറ്റകൃത്യത്തിൽ വരുന്ന കുറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ, തട്ടിക്കൊണ്ടുപോകല്, കവർച്ച വരും. ഓർത്തു വെക്കണം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, വാഹനമോഷണം, മോഷണം, ഭയപ്പെടുത്തിയുള്ള അപഹരണം, ഭൂമി തട്ടിയെടുക്കൽ, കരാർ കൊലപാതകം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ആൾവാണിഭം, മയക്കുമരുന്ന്, ആയുധങ്ങൾ, അനധികൃത വസ്തുക്കൾ എന്നിവയുടെ സേവനങ്ങൾ, വേശ്യാവൃത്തിക്കോ മോചനദ്രവ്യത്തിനോ വേണ്ടിയുള്ള ആൾവാണിഭം എന്നിവ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും നിയമവിരുദ്ധ അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യത്തിലെ അംഗമെന്ന നിലയിൽ ഒറ്റയ്ക്കോ സംഘടിതമായോ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ സാമ്പത്തിക ആനുകൂല്യം ഉൾപ്പെടെയുള്ള മറ്റാനുകൂല്യങ്ങൾ നേടുന്നതിന് തുടരുന്ന ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം സംഘടിത കുറ്റകൃത്യമായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിയമവിരുദ്ധമായി ഒരു സംഘത്തിൽ കൂട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് സംഘടിത കുറ്റകൃത്യം. ചോദിക്കാമേ സംഘടിത കുറ്റകൃത്യത്തിൽ പെടുന്നത് ഏത്, പെടാത്ത എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർമ്മിച്ചോളുക. ഇനി സംഘടിത കുറ്റകൃത്യം ചെയ്യുന്ന ഏതൊരാൾക്കുള്ള ശിക്ഷ. അത്തരം കുറ്റകൃത്യം ചെയ്യുമ്പോൾ മരണത്തിൽ കലാശിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയുടെ ഈ സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയോ ജീവപര്യന്തമോ കൂടാതെ 10 ലക്ഷം രൂപയിൽ കുറയാത്ത തടവോ പിഴയോ കിട്ടും. വധശിക്ഷയോ ജീവപര്യന്തം തടവോ കൂടാതെ 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയോ തടവോ കിട്ടും. 2, അത്തരം കുറ്റകൃത്യം മറ്റേതെങ്കിലും തരത്തിലാണ് ചെയ്തതെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തത്തോളമാകാവുന്ന തടവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ഇനി ഒരു സംഘടിത കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയോ ശ്രമിക്കുന്ന വ്യക്തിയോ ഗൂഢാലോചന നടത്തുന്നതോ ബോധപൂർവം സൗകര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യത്തിന് തയ്യാറെടുക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതോ കുറ്റകരമാണ്. കണ്ടോ, ഗൂഢാലോചന, പ്രേരണ, ശ്രമം, ബോധപൂർവം അല്ലെങ്കിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും എന്താണ്, ശിക്ഷാർഹമാണ്. 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെയും കിട്ടും. 5 മുതൽ ജീവപര്യന്തം വരെയും കിട്ടും. 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. 114 ഒരു സംഘടിത കുറ്റകൃത്യം ചെയ്ത സംഘത്തിൽ അംഗമായിട്ടുള്ള ഓരോ വ്യക്തിക്കും, ആ സംഘത്തിൽ അംഗമായിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, വെറുതെ അംഗമായിരുന്നാൽ മതി, അവിടെയും 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തവും 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ഇനി ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ബോധപൂർവ്വം അഭയം നൽകിയാൽ, ഇനി ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായ വ്യക്തി, നമ്മൾ അംഗമല്ല പക്ഷെ അംഗമായ വ്യക്തിക്ക് അഭയം നൽകിയാൽ, ഭക്ഷണം കൊടുക്കുകയോ വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കുകയോ ഒളിവിൽ പാർപ്പിക്കാൻ സ്ഥലം കൊടുക്കുകയോ ചെയ്താൽ 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ തടവും പിഴയും കിട്ടും. എന്നാൽ 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. എന്നാൽ ഒരു കുറ്റവാളിക്ക് അഭയം നൽകിയാൽ ഈ ഉപവകുപ്പ് ബാധകമല്ല. കുറ്റവാളിക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ. ഇവിടെ സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യം പറയുന്നത്. അതാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയുക.
ഇനി ഒരു സംഘടിത കുറ്റകൃത്യത്തിന്റെ നടത്തിപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞതോ സമ്പാദിച്ചതോ ആയ ഏതെങ്കിലും വസ്തു കൈവശം വച്ചാൽ, ഈ സംഘടിത കുറ്റകൃത്യത്തിൽ നേടിയെടുത്ത ഏതെങ്കിലും വസ്തു കൈവശം വെച്ചാൽ അവിടെയും 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ തടവും കൂടാതെ 2 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. ഇനി 7, ഒരു സംഘടിത കുറ്റകൃത്യത്തിലെ അംഗത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് തൃപ്തികരമായി കണക്കാക്കാൻ കഴിയാത്ത സ്വത്തുക്കളോ കൈവശം വെച്ചാലോ, ആ സംഘടിത കുറ്റകൃത്യത്തിലെ അംഗത്തിന് വേണ്ടി അവരുടെ സ്വത്തുക്കളോ മറ്റോ കൈവശം സൂക്ഷിച്ചാൽ അവിടെയും 3 വർഷം മുതൽ 10 വർഷത്തോളം ആകാവുന്ന തടവും 2 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഇതാണ് സംഘടിത കുറ്റകൃത്യം. മനസ്സിലായോ? അപ്പൊ 111 എന്താണ്? സംഘടിത കുറ്റകൃത്യം അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഈ തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, വാഹന മോഷണം തുടങ്ങി ഇതെല്ലാം സംഘടിത കുറ്റകൃത്യങ്ങൾ. ഉറപ്പിച്ച് പഠിച്ചോളൂ, വരും. പിന്നെ ഈ ശിക്ഷകളൊന്നും ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി, ഓരോ പോയിന്റുകളായിട്ടുണ്ട്. അതെങ്ങനെ ചോദിക്കാം? സംഘടിത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന, അപ്പൊ അതിനകത്ത് സംഘം ചേരുന്ന വ്യക്തിക്ക് കിട്ടും, അഭയം നൽകുന്ന വ്യക്തിക്ക് കിട്ടും, അങ്ങനെയൊക്കെ ഓർമ്മിക്കാം. ഇനി 112 ചെറിയ സംഘടിത കുറ്റകൃത്യം. ചെറിയ സംഘടിത കുറ്റകൃത്യം അത് ഒരു കൂട്ടത്തിലോ സംഘത്തിലോ അംഗമായിരിക്കുമ്പോൾ ഒറ്റയ്ക്കോ കൂട്ടമായോ മോഷണം, പിടിച്ചുപറി, ചതിക്കൽ, ടിക്കറ്റ് അനധികൃതമായി വിൽക്കൽ അല്ലെങ്കിൽ അനധികൃത വാതുവെപ്പ് അല്ലെങ്കിൽ ചൂതാട്ടം, പൊതു പരീക്ഷാ ചോദ്യപേപ്പറുകൾ വിൽക്കൽ അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും ക്രിമിനൽ പ്രവൃത്തി എന്നിവ ചെയ്യുന്ന ഏതൊരാളും ചെറിയ സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നതായി പറയപ്പെടുന്നു. അപ്പോൾ 112 പറഞ്ഞ എന്താണ്? ചെറിയ സംഘടിത കുറ്റകൃത്യം. ചെറിയ സംഘടിത കുറ്റകൃത്യം അതായത് എന്താണ്? ഒരു കൂട്ടത്തിലോ സംഘത്തിലോ അംഗമായിരിക്കുമ്പോൾ, അപ്പോൾ അംഗമായിരിക്കും എന്ത് ചെയ്താൽ മോഷണം, പിടിച്ചുപറി, ചതിക്കൽ, ടിക്കറ്റ് അനധികൃതമായി വിൽക്കൽ, അനധികൃത വാതുവയ്പ് അല്ലെങ്കിൽ ചൂതാട്ടം, പൊതു പരീക്ഷാ ചോദ്യ പേപ്പറുകൾ വിൽക്കൽ അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും ക്രിമിനൽ പ്രവൃത്തി എന്നിവ ചെയ്യുന്ന ഏതൊരാളും ചെറിയ സംഘടിത കുറ്റകൃത്യം ചെയ്തതായി പറയപ്പെടുന്നു. മനസ്സിലായി? ഈ കാര്യങ്ങളാണ് ചെറിയ സംഘടിത കുറ്റകൃത്യമായി പറയപ്പെടുന്നത്. അവിടെ ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷത്തോളം ആകാവുന്നതുമായ തടവും പിഴയും കിട്ടും. 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷത്തോളം ആകാവുന്നതുമായ തടവും കൂടാതെ പിഴയും കിട്ടും. ഏതാണ്? ചെറിയ സംഘടിത കുറ്റകൃത്യം. എന്താണ് തീവ്രവാദ പ്രവർത്തനം? 113 തീവ്രവാദ പ്രവർത്തനം. അപ്പൊ 111 പഠിച്ചു സംഘടിത കുറ്റകൃത്യം, 112 പഠിച്ചു ചെറിയ സംഘടിത കുറ്റകൃത്യം, 113 പഠിച്ചു തീവ്രവാദ പ്രവർത്തനം. അതായത് ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക ഭദ്രത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്നതോ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുള്ളതോ ആയ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഏതെങ്കിലും വിദേശ രാജ്യത്തോ അവിടെയുള്ള ജനങ്ങളാലോ ഏതെങ്കിലും ജനവിഭാഗത്തിലോ ഭീകരത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഭീകരത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരാളും. അപ്പോൾ രാജ്യത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രാജ്യത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവിടെ പറയുന്നത് തീവ്രവാദ പ്രവർത്തനം. അത് ഇന്ത്യയുടെ ഐക്യമാകാം, അഖണ്ഡതയാകാം, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക ഭദ്രത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്നതോ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുള്ളതോ ആയ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വിദേശ രാജ്യത്തോ ജനങ്ങളിലോ ഏതെങ്കിലും ജനവിഭാഗത്തിലോ ഭീകരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോ ആണ്. അപ്പൊ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഏതൊരാളിനും ശിക്ഷ കണ്ടോ. ഒരു തീവ്രവാദ പ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനം തയ്യാറെടുക്കുന്ന ഏതൊരാളും അതുപോലെ അപ്പൊ അതായത് പറഞ്ഞ എന്തൊക്കെയാണ് തീവ്രവാദ പ്രവർത്തനം എന്നാണ് പറയുന്നത്. അപ്പൊ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഏതൊരാളും കുറ്റക്കാരനാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഏതൊരാളും കുറ്റക്കാരനാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിനായി ഏതെങ്കിലും ക്യാമ്പുകളോ സംഘടിപ്പിക്കുകയോ ചെയ്താലും കുറ്റകരമാണ്. തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനയിൽ അംഗമായാലും കുറ്റകരമാണ്. ഒരാൾ ഭീകര പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ സ്വേച്ഛയാ ഒളിക്കാൻ സഹായിക്കുന്ന വ്യക്തിയും ശ്രമിക്കുന്ന വ്യക്തിയും കുറ്റകരമാണ്. ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന്റെ നടത്തിപ്പിൽ നിന്നോ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ നേടിയതോ ആയ ഏതെങ്കിലും സ്വത്ത് ബോധപൂർവം കൈവശം വെച്ച ഏതൊരാളും ജീവപര്യന്തം കാലത്തോളം ആകാവുന്നതുമായ തടവും കൂടാതെ പിഴയ്ക്കും അർഹനുമാണ്. അപ്പോൾ സ്വത്ത് കൈവശം വെച്ചിരുന്നാലും ജീവപര്യന്തത്തോളം ആകാവുന്ന തടവും പിഴയ്ക്കും അർഹനാണെന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 7ന്റെ ശിക്ഷയാണ് കേട്ടോ. മറ്റവന്റെയൊക്കെ ശിക്ഷ ഇവിടെ പറയുന്നുണ്ട്. 113 അവിടെ എന്ത് കിട്ടും? ആ തീവ്രവാദ പ്രവർത്തനം ഏതൊരു വ്യക്തിക്ക് മരണശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ കിട്ടാം. അപ്പൊ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്ക് എന്ത് കിട്ടാം? മരണശിക്ഷയോ ജീവപര്യന്തമോ കിട്ടാം.
അതിൽ തന്നെ 2 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടാം. 2 തരമാണ് ഈ നമുക്ക് ഓർമ്മയുണ്ടോ 113 2 2 നമ്മൾ പഠിച്ച തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഏതൊരാളിനോ ആണ് പറഞ്ഞത്. അവിടെ 2 തരം ശിക്ഷകളാണ്. ഒന്ന് ഈ ശിക്ഷയും, രണ്ടാമത്തത് എന്താണ് തടവ് ശിക്ഷയും കിട്ടും, ഓർമ്മിക്കുക. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പഠിച്ചു എന്താണ് 5 വർഷം. നിങ്ങൾ അവിടെ നോക്കിയിട്ട് ഇവിടെ വരണം കേട്ടോ. 3ന്റെ ശിക്ഷ ഇവിടെയാണ് പറയുന്നത്. എത്രയാണ് 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തവും കിട്ടും. 4ന്റെ ശിക്ഷ പറയുന്നു 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തവും. 5ന്റെ ശിക്ഷ പറയുന്നു ജീവപര്യന്തവും കൂടാതെ പിഴയും. 6ന്റെ ശിക്ഷ പറയുന്നു 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തവും കിട്ടുന്നു. 7ന്റെ ശിക്ഷ നമ്മൾ അവിടെ പറഞ്ഞതാണ് ജീവപര്യന്ത തടവ് കിട്ടും. അപ്പൊ 7 ശിക്ഷകളാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഓർമ്മയുണ്ടോ? 7 കാര്യങ്ങൾക്കുള്ള ശിക്ഷകളാണ് നമ്മളിവിടെ പഠിച്ചത്. 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങളും 1 2 3 4 5 6 7 എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചോളൂ. അതിന്റെ ശിക്ഷകൾ ഇപ്പോഴത്തെ നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്, എഴുതി വെക്കുക. അവിടെ പഠിച്ചതിന് നേരെ ഇവിടുത്തെ ശിക്ഷകളൂടെ എഴുതിക്കോളൂ. അടുത്ത 114 വരുന്നു. ഹർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവം. ഹർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവം. എന്താണ് ഹർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉളവാക്കുന്ന ഏതൊരാളും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു. അപ്പോൾ ദേഹോപദ്രവം എന്ന് വെച്ചാൽ ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉളവാക്കുന്ന ഏതൊരാളും എന്തേൽപ്പിച്ചതായി പറയപ്പെടുന്നു? ദേഹോപദ്രവം ഏൽപ്പിച്ചതായി പറയപ്പെടുന്നു. ഇനി ഇതിന്റെ ശിക്ഷ കിട്ടുന്നത് 115 പ്രകാരമാണ്. കാരണം എന്താ? നമ്മൾ സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിച്ചാലേ ശിക്ഷ കിട്ടുള്ളൂ. അപ്പൊ സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരാളും കണ്ടോ, ഏതെങ്കിലും കൃത്യം ചെയ്യുന്നത് വഴി ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ആ കൃത്യം ചെയ്യുകയും അതുവഴി ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരാളും സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു. അപ്പോൾ 115 ഒന്നെന്താ പറഞ്ഞേ? എന്താണ് സ്വേച്ഛയാ ദേഹോപദ്രവം? സ്വേച്ഛയാ ദേഹോപദ്രവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കൃത്യം ചെയ്യുന്നത് വഴി ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സ്വയം അറിഞ്ഞുകൊണ്ട് ദേഹോപദ്രവം ചെയ്ത ആളാണ് സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു. ഇനി 115 122 വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള സംഗതികളിൽ ഒഴികെ, അതെന്ന് പറഞ്ഞാൽ 120 പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്, ഒഴികെ സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരാളിനും 1 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവോ 10,000 രൂപയോളമാകുന്ന പിഴയും കിട്ടും. അപ്പൊ ദേഹോപദ്രവം ഏൽപ്പിച്ച് എത്ര കിട്ടും? 1 വർഷവും 10,000 രൂപയും. അത് സ്വേച്ഛയാ ചെയ്താലേ ശിക്ഷ കിട്ടൂ. എന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്താലേ ശിക്ഷ കിട്ടുള്ളൂ. അപ്പൊ 115 ഒന്ന് ഓർമ്മിക്കുക, സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ എന്ത് കിട്ടുള്ളൂ? ശിക്ഷ കിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കുക. 115. ഓക്കെ, അപ്പൊ എത്ര? 1 വർഷവും 10,000 രൂപയും. ഇനി എന്താണ് കഠിന ദേഹോപദ്രവം? എന്താണ് കഠിനമായ ദേഹോപദ്രവം എന്ന് ഓർക്കുക. കഠിന ദേഹോപദ്രവം എന്ന് വെച്ചാൽ താഴെ പറയുന്ന തരങ്ങളിൽ മാത്രമേ കഠിന ദേഹോപദ്രവം ആവുകയുള്ളൂ. എന്താണ് കഠിന ദേഹോപദ്രവം എന്ന് പറഞ്ഞാൽ? 1 പുരുഷത്വം ഇല്ലാതാക്കുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ച് വെച്ചോളുക. പുരുഷത്വം ഇല്ലാതാക്കുക. കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുക. അപ്പൊ പുരുഷത്വം ഇല്ലാതാക്കുക, കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച ശക്തി എന്നേക്കുമായി ഇല്ലാതാക്കൽ, ചെവികളിൽ ഏതിൻ്റെയെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കൽ, ഏതെങ്കിലും അവയവമോ സന്ധിയോ ഇല്ലാതാക്കൽ, ഏതെങ്കിലും അവയവത്തിന്റെയോ സന്ധിയുടെയോ ശക്തി നശിപ്പിക്കുകയോ എന്നേക്കുമായി ക്ഷയിപ്പിക്കുകയോ ചെയ്യൽ. അപ്പോൾ പുരുഷത്വം ഇല്ലാതാക്കുക, കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുക, ചെവികളിൽ ഏതിൻ്റെയെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കുക, ഏതെങ്കിലും അവയവമോ സന്ധിയോ ഇല്ലാതാക്കുക, ഏതെങ്കിലും അവയവത്തിന്റെയോ സന്ധിയുടെയോ ശക്തി നശിപ്പിക്കുകയോ എന്നേക്കുമായി ക്ഷയിപ്പിക്കുകയോ ചെയ്യുക. ഇതെല്ലാം ചെയ്താൽ എന്തായിട്ട് കണക്കാക്കാം? കഠിന ദേഹോപദ്രവം. ചോദിക്കാമേ. അതുപോലെ തലയോ മുഖമോ എന്നേക്കുമായി വിരൂപമാക്കൽ, എല്ലിന്റെയോ പല്ലിന്റെയോ ഒടിവോ സ്ഥാനം തെറ്റിക്കലോ, അതുപോലെ ജീവൻ അപായമുളവാക്കുന്നതോ അല്ലെങ്കിൽ ഈ ഉപദ്രവമേറ്റ വ്യക്തി 15 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ അയാൾക്ക് തൻ്റെ സാധാരണ ജോലികൾ ചെയ്യുവാൻ കഴിവില്ലാതാവുകയോ ചെയ്യുവാൻ ഇടയാക്കുന്നതോ ആയ ഏതെങ്കിലും ദേഹോപദ്രവമാണെങ്കിൽ അതെന്താണ്? കഠിന ദേഹോപദ്രവം. എത്ര ദിവസം? ഈ ഉപദ്രവമേറ്റ വ്യക്തി 15 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കും. അയാളുടെ സാധാരണ ദൈനംദിന ജോലികൾ പോലും കറക്റ്റായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായാൽ എന്താണ്? അത് കഠിന ദേഹോപദ്രവമായി കണക്കാക്കും. ഓക്കെ,
അപ്പൊ ഇതാണ് കഠിന ദേഹോപദ്രവം. ഇനി ഇതിന് ശിക്ഷ കിട്ടണമെങ്കിൽ എന്താണ്? സ്വേച്ഛയാ കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാലാണ്. അപ്പോൾ സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരാളും താൻ ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിയുന്നതോ ആയ ദേഹോപദ്രവം താൻ ഏൽപ്പിക്കുന്ന ദേഹോപദ്രവവും കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ, അപ്പൊ സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണ്ടോ? എക്സ് സിയുടെ മുഖം എന്നേക്കുമായി വിരൂപപ്പെടുത്തണം ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ഇടി കൊടുത്തു, അല്ലെങ്കിൽ അടി കൊടുത്തു, എന്തെങ്കിലും ചെയ്തു മുഖം വിരൂപമാക്കാൻ. പക്ഷേ അയാളുടെ മുഖം വിരൂപമൊന്നും ആയില്ല. പക്ഷെ അയാൾ എത്ര ദിവസം വേദന അനുഭവിച്ചു? 15 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കാൻ ഇടയാക്കുന്നതുമായ ഒരു അടി സിക്ക് കൊടുക്കുന്നു. എക്സ് സ്വേച്ഛയാ കഠിനത. ഉണ്ടോ? മനസ്സിലായോ? അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിലും, അയാളുടെ മുഖം വിരൂപമായില്ല എങ്കിലും, പക്ഷേ അയാൾ 15 ദിവസം അതിൻ്റെ അനുഭവിച്ചു, കഷ്ടപ്പെട്ടു എന്നറിയിക്കാം. ഓക്കെ, അടുത്തത് 122 വകുപ്പിലെ 2-ാം വകുപ്പ് പ്രകാരം വ്യവസ്ഥയായിട്ടുള്ള സംഗതിയിൽ ഒഴികെ, ഞാൻ പറഞ്ഞല്ലോ പ്രകോപനം ഒഴികെ സ്വേച്ഛയാ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ 114 പഠിച്ചു ദേഹോപദ്രവം, 115 സ്വേച്ഛയാ ദേഹോപദ്രവം, 116 കഠിന ദേഹോപദ്രവം, 117 സ്വേച്ഛയാ കഠിന ദേഹോപദ്രവം. സ്വേച്ഛയാ കഠിന ദേഹോപദ്രവം. അടുത്ത അതിൽ തന്നെ ഉപവകുപ്പ് 1 പ്രകാരമുള്ള കുറ്റം ചെയ്യുന്ന ഏതൊരാളും അത്തരം കൃത്യം ചെയ്യുന്നതിനിടയിൽ അങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിക്ക് ദേഹോപദ്രവം ഏൽക്കുന്നത് വഴി അയാൾക്ക് സ്ഥിരമായ വൈകല്യമോ അല്ലെങ്കിൽ അതുമൂലം അയാൾ ആജീവനാന്തം പൂർണ്ണമായ നിശ്ചലാവസ്ഥയിലാവുകയോ ചെയ്താൽ 10 വർഷത്തിൽ കുറയാത്ത കഠിന തടവോ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ളതോ കിട്ടും. അതായത് ഈ കഠിന ദേഹോപദ്രവം കാരണം അയാൾ സ്ഥിരമായി എന്ത് ചെയ്യുന്നു? പൂർണ്ണമായ നിശ്ചലാവസ്ഥയിലോ 10 വർഷത്തിൽ കുറയാത്ത കഠിന തടവോ ആയതാണെങ്കിൽ അയാൾ എന്താണ്? ജീവപര്യന്തത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. ഓർമ്മിക്കുക. ഇനി ഏതെങ്കിലും വംശത്തിന്റെയോ ജാതിയുടെയോ സമുദായത്തിന്റെയോ ലിംഗത്തിന്റെയോ ജനനസ്ഥലത്തിന്റെയോ ഭാഷയുടെയോ വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 5-ലധികം പേര് ചേർന്ന് ഒരാൾക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അത്തരം കൂട്ടത്തിലെ ഓരോ അംഗവും ഇതിൽ കുറ്റക്കാരാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ കൂട്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ചെയ്താലും മുഴുവൻ പേർക്കും ശിക്ഷ കിട്ടും. അവിടെ കിട്ടും 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. എൻ്റെ കൂടെ പറഞ്ഞു വരിക, 7 വർഷത്തോളമാകുന്ന തടവും പിഴയും. ഇനി 118 ആയുധം വെച്ചിട്ട് അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വേച്ഛയാ ദേഹോപദ്രവമോ കഠിന ദേഹോപദ്രവമോ ഏൽപ്പിക്കുന്ന ആള്. കണ്ടോ? അവിടെ വെടിവെക്കുന്നതോ കുത്തുന്നതിനോ വെട്ടുന്നതിനോ ഉള്ള ഏതെങ്കിലും ഉപകരണം കൊണ്ടോ ആക്രമണ ആയുധമായി ഉപയോഗിച്ചാൽ മരണം സംഭവിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം കൊണ്ടോ തീ കൊണ്ടോ ചൂടുപിടിപ്പിച്ച വസ്തുക്കൾ കൊണ്ടോ അല്ലെങ്കിൽ വിഷം കൊണ്ടോ ഏതെങ്കിലും ക്ഷാര പദാർത്ഥം കൊണ്ടോ സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കാൻ കൊടുക്കുകയോ വിഴുങ്ങാൻ കൊടുക്കുകയോ രക്തത്തിൽ ചേർക്കുകയോ മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ ജന്തുവിനെ കൊണ്ടോ സ്വേച്ഛയാ ദേഹോപദ്രവമോ കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 3 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും 20,000 രൂപയുള്ള പിഴയും കിട്ടും. ഓക്കെ, അവിടെ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 3 വർഷത്തെ തടവും പിഴയും കിട്ടും. ഇനി കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ വേറെ ശിക്ഷയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 118 പറയുന്നത്. 118. ഇനി വസ്തു ഭയപ്പെടുത്തി അപഹരിക്കുകയോ നിയമവിരുദ്ധമായ ഒരു കൃത്യത്തിന് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി സ്വേച്ഛയാ ദേഹോപദ്രവമോ കഠിന ദേഹോപദ്രവമോ ഏൽപ്പിച്ചാൽ, അപ്പൊ ഏതെങ്കിലും വസ്തു ഭയപ്പെടുത്തി അപഹരിക്കുകയോ നിയമവിരുദ്ധമായ ഒരു കൃത്യത്തിന് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി സ്വേച്ഛയാ ദേഹോപദ്രവമോ അഥവാ കഠിന ദേഹോപദ്രവമോ ഏൽപ്പിക്കുന്ന ഏതൊരാളും എന്ത് കിട്ടും? ഒരാൾക്ക് ദേഹോപദ്രവം അത് ഏൽക്കുന്ന ആളിൽ നിന്നോ അയാളിൽ താല്പര്യമുള്ള ഏതെങ്കിലും ആളിൽ നിന്നോ ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ ഭയപ്പെടുത്തി അപഹരിക്കുകയോ ആ ഉപദ്രവം ഏൽക്കുന്ന ആളെയോ അയാളിൽ താല്പര്യമുള്ള ഏതെങ്കിലും ആളെയോ നിയമവിരുദ്ധമായി ഏതെങ്കിലുമോ ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി സ്വേച്ഛയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. അപ്പൊ ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ വാങ്ങിയെടുക്കാൻ വേണ്ടി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും എന്ന് ഓർമ്മിക്കുക. അതിൽ തന്നെ 2, ഈ പറഞ്ഞിരിക്കുന്ന ആവശ്യത്തിനായി സ്വേച്ഛയാ കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ച, നേരത്തെ ദേഹോപദ്രവം ഏൽപ്പിച്ചാലാണ് 119 119 കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ജീവപര്യന്തം തടവും 10 വർഷത്തോളമാകാവുന്ന പിഴയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 119 വരെയുള്ള സെക്ഷനാണ് തൽക്കാലം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ 100 മുതൽ 119 വരെ പഠിച്ചു. 100 ഓർമ്മയുണ്ട്. കുറ്റകരമായ നരഹത്യ, അതിൽ കൊലപാതകവും നരഹത്യയും നമ്മൾ ആദ്യം പഠിച്ചു. ആള് മാറിക്കൊന്നാനുള്ള കാര്യം പറഞ്ഞു. അതുപോലെ അതിന് 2 ശിക്ഷ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്?
അത് കഴിഞ്ഞ് പഠിച്ചത് ദേഹോപദ്രവവും കഠിന ദേഹോപദ്രവവും പഠിച്ചു. എന്താണ് സംഘടിത കുറ്റകൃത്യം, എന്താണ് ചെറിയ സംഘടിത കുറ്റകൃത്യം എന്ന് പഠിച്ചു. തീവ്രവാദ പ്രവർത്തനം എന്താണെന്ന് പഠിച്ചു. അതുപോലെ ആത്മഹത്യക്ക് പ്രേരണ നൽകൽ, കുട്ടിയുടെ ആത്മഹത്യക്ക് പ്രേരണ നൽകൽ, കൊലപാതക ശ്രമം പഠിച്ചു. അശ്രദ്ധമായ പ്രവൃത്തി കാരണം പഠിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ സെക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ചത്. അപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇത് പഠിച്ചോളുക. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ആവും. സെക്കൻഡ്, ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അതാണോ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മൾ ഇതിൽ 100 മുതൽ 146 വരെ ഉണ്ടെങ്കിലും നമ്മൾ 100 മുതൽ 119 വരെ ഇന്ന് പഠിച്ചു. അടുത്ത പാർട്ടായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? താങ്ക് യു.